ഈ സെമിസ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന സബ്ജക്റ്റ് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് എന്ന സബ്ജക്റ്റാണ്. സോ ഇതിനകത്ത് മെയിൻലി രണ്ട് ടേംസ് ആണ് വരുന്നത്. വൺ ഈസ് മെറ്റലർജി ആൻഡ് അതർ ഈസ് മെറ്റീരിയൽ സയൻസ്. എന്താണ് മെറ്റലർജി എന്ന് പറഞ്ഞാൽ? മെറ്റലർജി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസിൻ്റെ സ്ട്രക്ചേഴ്സ്, അതായത് ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെയാണ് ഒരു മെറ്റീരിയലിൽ ഫോം ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ മെറ്റലർജി എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് മെറ്റീരിയൽ സയൻസ്. അതിനകത്ത് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ്. സോ നമ്മൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മെറ്റീരിയലിൻ്റെ, ഒരു മെറ്റൽ, ക്രിസ്റ്റൽ, കോമ്പോസിറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ അതിൻ്റെ ഇന്നർ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അത് ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ അതിനകത്ത് എന്താണ് വേരിയേഷൻസ് സംഭവിക്കുന്നത്, ഇതാണ് നമ്മൾ ബേസിക്കലി മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മളിത് എന്തിനാണ് പഠിക്കുന്നത്? മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന ഒരു സബ്ജക്റ്റാണ് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്. നിങ്ങളൊരു കമ്പനിയിൽ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണത്. പ്രൊഡക്ഷൻ കമ്പനിയിൽ നിങ്ങളൊരു പർട്ടിക്കുലർ മെറ്റീരിയലും കൊണ്ട് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ റീപ്ലേസ് ചെയ്ത് വേറൊരു മെറ്റീരിയൽ, കുറച്ചുകൂടെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ പഠിക്കേണ്ടത് അവിടെ? നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ സെയിം പ്രോപ്പർട്ടീസ് നമ്മളിപ്പം പുതിയതായിട്ട് വരുന്ന മെറ്റീരിയൽസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് ആൻഡ് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് എന്നുള്ള ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത്. Let's start with the aims of studying metallurgy and material science. We are studying this for the understanding of the correlation between the chemical bonds and crystal structure of metallic materials to their mechanical properties. Recognize the importance of crystal imperfections, including dislocations in plastic deformation. Learning about different phases and heat treatment methods to tailor the properties of iron-carbon alloys. Examine the mechanisms of material failures through fatigue and creep. To determine properties of unknown material and develop an awareness to apply this knowledge in material design. So what are the course outcomes? At the end, what will you be able to study? There are mainly 5 course outcomes for this subject. It's mainly studied to understand the basic chemical bond, the crystal structures like BCC, FCC and HCP and their relationship with the properties. The second course outcome is to analyze the microstructure of metallic materials using phase diagrams and modify the microstructure and properties using different heat treatments. The third course outcome, how to quantify mechanical integrity and failure in materials. The fourth one, apply the basic principles of ferrous and non-ferrous metallurgy for selecting materials for specific applications. Fifth one, define and differentiate engineering materials on the basis of structure and properties for engineering applications. സോ ഇതിനെപ്പറ്റി ഞാൻ ആദ്യം ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തന്നിരുന്നു. നമ്മളിത് പഠിക്കുന്നത് ഒന്ന് നമ്മുടെ കെമിക്കൽ ബോണ്ട്, ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ്, ഇതിൻ്റെ സ്ട്രക്ചർ, ഇതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതിനുണ്ടാകുന്ന ഫെയിലിയർ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയാൽ മാത്രമേ നമുക്കൊരു എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷനിൽ വരുമ്പോൾ നമുക്കൊരു മെറ്റീരിയലിനെ റീപ്ലേസ് ചെയ്ത് വേറൊരു മെറ്റീരിയലാക്കുമ്പം നമുക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇൻ ദിസ് സബ്ജക്ട് നമ്മൾ എൻ്റെ ഇവാലുവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അറ്റൻഡൻസ് 10 marks, റെഗുലർ ക്ലാസ് വർക്ക് ആൻഡ് ട്യൂട്ടോറിയൽസ് 15 marks, കണ്ടിന്യൂസ് അസസ്മെൻറ്റ്സ് ടെസ്റ്റ് 25 marks. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ബേസിക് ബ്രീഫ് റിവ്യൂസ് ഓഫ് ബേസിക് ബോണ്ടിങ് പ്രോപ്പർട്ടീസ് ആൻഡ് മെറ്റീരിയൽസിൻ്റെ സ്ട്രക്ചേഴ്സ്, അതെല്ലാമാണ് ബേസിക്കലി പഠിക്കുന്നത്. ദെൻ ക്രിസ്റ്റലോഗ്രഫിക്കകത്ത് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് പഠിക്കുന്നുണ്ട്.
മില്ല ഇൻഡീസസ്, ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ക്രിസ്റ്റൽ പ്ലെയിൻ ആൻഡ് ഡയറക്ഷൻസ് മാർക്ക് ചെയ്യുന്നത്, പിന്നെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ക്രിസ്റ്റലൈസേഷൻ, അതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ് എന്ന്. ഇതാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് പഠിക്കുന്നത്. ഞാനിവിടെ ടെക്സ്റ്റ് ബുക്സ് KTU സിലബസ് അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ റെഡ് കളർ കൊടുത്തിരിക്കുന്ന മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് ബൈ ഡോക്ടർ S. ജോസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കാണ്. സോ ഇതിനകത്ത് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നിങ്ങളുടെ സിലബസ് അനുസരിച്ച് അതിൻ്റെ ബേസിക് റിവ്യൂ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതായത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ടത് നിങ്ങൾ നേരത്തെ പ്ലസ് ടുവിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. സോ ഒന്ന് ഒരു റിമൈൻഡർ പോലെ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. നമുക്ക് ആറ്റോമിക് സ്ട്രക്ചർ എന്താണ് അറിയാം. എന്താണ് ആറ്റോമിക് സ്ട്രക്ചർ? ഒരു മെറ്റീരിയലിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയലിനെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, അതാണ് അതിൻ്റെ ആറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന് ഓരോ മെറ്റീരിയൽസിനും ഓരോ ആറ്റോമിക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. പിന്നെ ആറ്റോമിക് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ പർട്ടിക്കുലർ സ്ട്രക്ചർ എന്നാണ് നമ്മൾ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെയാണ് ഒരു മെറ്റീരിയൽ അറേഞ്ച് ചെയ്തത്. ഇറ്റ് ഹാസ് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലേ? ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഒരു മെറ്റീരിയൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ആറ്റോമിക് നമ്പർ ആൻഡ് ആറ്റോമിക് ബോണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ആറ്റോമിക് ബോണ്ട്. എങ്ങനെയാണ് ഒരു മെറ്റീരിയലിനെ ഇതിനകത്ത് ബോണ്ട് ചെയ്തിരിക്കുന്നത്? അത് രണ്ട് ടൈപ്പ് ബോണ്ട് ഉണ്ട്. വൺ ഈസ് പ്രൈമറി ബോണ്ട് ആൻഡ് അതർ ഈസ് സെക്കൻഡറി ബോണ്ട്. പ്രൈമറി ബോണ്ടിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട് ആൻഡ് മെറ്റാലിക് ബോണ്ട്. എന്താണ് അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സോഡിയം ക്ലോറൈഡ് Cl. സോ ദിസ് എക്സിസ്റ്റ് ആസ് അയോൺസ്, അതായത് Na പ്ലസ് ആൻഡ് Cl മൈനസ്. സോ ഇത് ജോയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. Na പ്ലസ് Cl മൈനസ്, Cl മൈനസ് Na പ്ലസ്. സോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് തമ്മിൽ ജോയിൻ ചെയ്തായിരിക്കും ഇതിൻ്റെ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നത്. സോ ഈ രീതിയിലായിരിക്കും ഇതിനെ ഒരു മെറ്റീരിയലിനകത്ത് ഇത് അറേഞ്ച് ചെയ്ത് ഇരിക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ അയോണിക് ബോണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ നെക്സ്റ്റ് ഈസ് കോവാലന്റ് ബോണ്ട്. എന്താണ് കോവാലന്റ് ബോണ്ട്? വാലൻസ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് വർക്ക് ചെയ്യുന്ന മെറ്റീരിയൽസിനാണ് കോവാലന്റ് ബോണ്ട്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. CH4. നമുക്കറിയാം കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6 ആണ് കാർബണിൻ്റെ. സോ അതിന് സെൻട്രലിൽ 2 ആറ്റം ഉണ്ട്. അതിൻ്റെ ഔട്ടർ വാലൻസിൽ എത്ര ആറ്റം ഉണ്ട്? 2, 3 and 4 ആറ്റംസ്. സോ വാലൻസ്, ഇവിടെ വാലൻസിയിൽ ഇത് സ്റ്റേബിൾ ആവാൻ 4 more ഇലക്ട്രോൺസ് വേണം. സോ നമുക്ക് ഹൈഡ്രജൻ 4 ആറ്റംസ് ഉണ്ട്. സോ അതിന് സ്റ്റേബിൾ ആവാൻ 2 ആറ്റംസ് ആണ് വേണ്ടത്. സോ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഇവിടെ വന്ന് ഷെയർ ചെയ്യും. ഇത് കാർബൺ ആണ്, ഇത് ഹൈഡ്രജൻ ആറ്റം ഇവിടെ ഇതുമായിട്ട് ഷെയർ ചെയ്യും. So this is hydrogen. ഈ രീതിയിൽ ഷെയറിങ് നടക്കുന്ന ബോണ്ടിങ്ങിനെയാണ് നമ്മൾ മെയിൻലി കോവാലന്റ് ബോണ്ട്, അതായത് വാലൻസിയിലുള്ള ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയാണ് ഇത് മെയിൻലി ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് മെറ്റാലിക് ബോണ്ട്. മെറ്റാലിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ മെറ്റൽസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അലോയ്സിനെ ബോണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബോണ്ട്, അതിനെ ആ മെറ്റീരിയൽസിനെ നമ്മൾ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബോണ്ടിനെയാണ് നമ്മൾ മെയിൻലി മെറ്റാലിക് ബോണ്ട് എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, അതായത് ഇലക്ട്രോൺ ക്ലൗഡ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. അതിനകത്തേക്ക് പോസിറ്റീവ് അയോൺസ് വന്ന് ജോയിൻ ചെയ്ത് അങ്ങനെയാണ് ഈ മെറ്റൽസ് ജോയിൻ ആകുന്നത്. ഇറ്റ്സ് മെറ്റാലിക് ബോണ്ട്. അടുത്ത് വരുന്നത് സെക്കൻഡറി ബോണ്ടാണ്. സെക്കൻഡറി ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ബോണ്ടിനേക്കാളും വീക്കറാണ്. ജസ്റ്റ് ഒരു പ്രൈമറി ബോണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും, സെക്കൻഡറി ബോണ്ട് അത്ര സ്ട്രോങ് അല്ല, വളരെ വീക്കാണ്. ഹൈഡ്രജൻ ബോണ്ട് ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഹൈഡ്രജൻ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ട്. ഡൈപോൾ ബോണ്ട്, ഇതെല്ലാം സെക്കൻഡറി ബോണ്ടിന് എക്സാമ്പിൾസ് ആണ്. We have already explained the various basic properties of materials and the bonding methods. So let's go into detail about that.
So what are the properties? Properties are the way the material responds to the environment and external forces. The basic mechanical properties are strength, toughness, hardness, ductility, elasticity, fatigue and quick. So why do we study material science? As I told earlier, it's important to understand the capabilities and limitations of materials. Only then we can replace one material with another, understanding the properties and when the failure of the replacing material will occur. So we need to analyze the various properties of materials, as well as we must analyze the when the material is going to fail. The second point why we should study about material science is that an understanding of material science helps us to design better components, parts and devices, etc. So how do we make something stronger or lighter? So how do elements come together and form alloys? Why some material should be replaced with another? We know now the vehicles are built in with fiber. Earlier it was metal. So it's replaced. One material is replaced with another. So that's the importance of studying material science. The third point is it is interesting and helps you to make more informed person. This is the basic knowledge of every study. Now, how are the materials classified? There are mainly three major classes. One is metal, then ceramics and polymers. You know what are metals. Also, you know what are ceramics and polymers. Metals, they are strong, ductile, high thermal and electrical conductivity. Then ceramics are brittle, glassy, elastic and non-conducting. Polymers are ductile, low strength, low density, thermal and electrical insulators. So they are used for making windows, cabin interiors, etc. There are also some subclasses of materials. Earlier we studied about this metals, ceramics and polymers. So there are subclasses for these materials also. The subcategories are semiconductors, composites and biomaterials. So this is how the materials, materials are classified. They are classified into metals and non-metals. So in metals also there are ferrous materials and non-ferrous materials. Ferrous materials, the classifications are iron, carbon steel, alloy steel. In non-ferrous, aluminium, copper, titanium. They are some of the examples. Then in non-metals, they are classified into ceramics, polymers and composites. In ceramics, there comes glass, graphite, diamond. Polymers, there are thermoplastic, thermosetting plastic, elastomers. Composite, PMC, MMC, CMC. All those comes under composite. All those things you will study in detail in the last module. So these are some figures of the metal materials. Then here are some ceramics, some of the polymers, some composites are here. There are some semiconductor materials used for making diodes and all. You know all of these materials, right? Next is atomic structure. We know every material has an atomic structure. The atoms, they are made up of nucleus as well as electrons. The nucleus consists of protons and neutrons. All these things you have studied earlier. Electrons, protons have negative and positive charges of the same magnitude. Neutrons are electrically neutral. The mass is given here. All those things you have studied earlier. What is atomic mass, atomic number, etc. This is just a revision of the what you have studied earlier. Coming on to atomic bonding, there are mainly three types of atomic bonding. I have explained earlier. They are ionic bonding, covalent bonding and metallic bonding. Ionic bond, they have strong interaction among negative atoms and positive atoms. That means they are in the shape of ions. The negative atoms are formed when they have an extra electron, because electrons are negatively charged, and positive atoms are formed when they lose an electron. The properties of ionic bond is that they have strong atomic bonds due to transfer of electrons. The next is covalent bond. In covalent bond, as told earlier, they share the electrons between the molecules to saturate the valence shell. The large interactive force due to sharing of electrons. Next is metallic bonds. Atoms are ionized, losing some electrons from the valence band. Those electrons form a
form an electron C which binds the charged nuclei in place. Once again, as a recap, let's look what is ionic bond. It occurs between positive and negative ions. They require electron transfer. I explained earlier how the sodium chloride ions join together to form ionic atomic bondings. Next is the covalent bond. In this covalent bond, the electrons are shared between the molecules to saturate the valence electrons. So here is the example. I explained that on the board. We have CH4 where carbon has 4 valence electrons. They need 4 more to saturate, and hydrogen has 1 valence electron. It needs 1 more. So the carbon atoms in the outer shell, they share their electron with the hydrogen atoms in the outer shell. So they form a sharing bond known as covalent bond. So next is a metallic bond. This is a primary bond for metals and their alloys. As I told earlier, there is a pool of valence electrons, or it is known as electron C. In the figure, you can see that there are a lot of, in silver color, the bottom figure, you can see that there are so much silver colored negative electrons. So they form the pool of electrons. So to the pool of electrons, they try to attract the positive ions to them and they form the bonding. So we have discussed about primary bond. Now we will discuss about the secondary bond. They are the weaker bonds than the primary bonds. It arises from interaction between dipoles, or they are known as fluctuating dipoles. So there are asymmetric electron clouds. You can see in the first figure where the 2 electron clouds, that is positive and negative electron clouds, they form. The negative particle attract to the positive particle, positive part. So that is a secondary bonding. And liquid hydrogen, it's another example for secondary bonding or hydrogen bond. So there are some other examples are also given here. So this is a basic summary or a basic revision of what you have studied earlier. From the next class onwards, we will go in detail to the crystallography and the basic structures of crystalline materials. Thank you.